തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സിപിഐഎമ്മിനും സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ച് സിപിഐ മുഖപത്രം. LDF സർക്കാർ ആത്മപരിശോധന നടത്തണമെന്ന് ജനയുഗം എഡിറ്റോറിയൽ. മതബോധത്തോടും ജാതീയതയോടും മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയം പാലിക്കേണ്ട അകലം പാലിച്ചില്ലെന്ന ആശങ്ക വോട്ടർമാർക്കുണ്ടായത് സ്വാഭാവികമെന്നും എഡിറ്റോറിയൽ. അതേസമയം UDFനെ വിമർശിച്ചാണ് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ. വിഷപ്പാമ്പുകളുമായി UDF ഒളിഞ്ഞും തെളിഞ്ഞും സഖ്യമുണ്ടാക്കി. BJP പലയിടത്തും UDFന് വോട്ടു നൽകി. തിരിച്ചും സംഭവിച്ചിട്ടുണ്ടെന്നും എഡിറ്റോറിയലിൽ വിമർശനമുണ്ട്. അർജുൻ രാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, നാളെ മുന്നണി യോഗം നടക്കാനിരിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനൊരു വിമർശനം പത്രത്തിൽ ഉണ്ടാകുന്നത്, CPI മുഖപത്രത്തിൽ ഉണ്ടാകുന്നത് CPIഎമ്മിനെതിരെ. അതൊരു ഭാഗത്തിരിക്കുന്നു. ദേശാഭിമാനിയിൽ UDFനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള എഡിറ്റോറിയലാണ് വന്നിട്ടുള്ളത്. ഈ അവസരത്തിൽ ഇതിനെ എങ്ങനെ വിശകലനം ചെയ്യാം? അഖില, CPI കുറെ കൂടി പ്രായോഗികമായി സർക്കാരിനും ഇടതുപക്ഷത്തിനും ഉണ്ടായിട്ടുള്ള തിരിച്ചടികൾക്ക് കാരണം കൃത്യമായി വിലയിരുത്തിക്കൊണ്ടുള്ള ലേഖനം CPIയുടെ മുഖപത്രത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. സർക്കാർ എടുത്ത ചില തീരുമാനങ്ങളിൽ, നയപരമായിട്ടുള്ള തീരുമാനങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നലുണ്ടാകുന്നുവെന്ന് പറയുമ്പോൾ PMC ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ് CPI മുഖപത്രം ചെയ്യുന്നതെന്ന് പറയേണ്ടി വരും. കാരണം അക്കാര്യത്തിൽ ജനങ്ങൾക്കടക്കം സംശയമുണ്ടായിട്ടുണ്ടെന്ന് CPI മുഖപത്രം പറയുന്നു. ഒപ്പം തന്നെ ഈ ക്ഷേമ ആനുകൂല്യങ്ങൾ ഏതൊരു ഭരണകൂടത്തിൻ്റെയും ഉത്തരവാദിത്വമാണ്. അതിൻ്റെ പേരിലുള്ള ഔദാര്യഭാവവും അവകാശവാദങ്ങളും മുഖവിലക്കെടുക്കാൻ ജനങ്ങൾ തയ്യാറല്ലെന്ന് ബന്ധപ്പെട്ടവർ വിലയിരുത്തണമെന്ന് CPI മുഖപത്രം പറയുന്നുണ്ട്. 2000 രൂപ ക്ഷേമ പെൻഷൻ ഉയർത്തി എന്നുള്ളത് വലിയ നേട്ടമായിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ പ്രധാനപ്പെട്ട വിഷയമാക്കി സർക്കാരും ഇടതുപക്ഷവും ഒക്കെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് ഔദാര്യമല്ല, അവകാശബോധമാണെന്നുള്ള തിരിച്ചറിവ് സർക്കാരിനുണ്ടാകണമെന്ന് പറയുക വഴി അത്തരം പ്രഖ്യാപനങ്ങളോ അത്തരം പ്രചാരണ തന്ത്രങ്ങളോ അല്ല ജനങ്ങളെ സ്വാധീനിക്കുക എന്നുള്ള കാര്യമാണ് CPI മുഖപത്രം വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ മതബോധത്തോടും ജാതീയതയോടും മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയം പാലിക്കേണ്ട അകലം പാലിച്ചില്ലെന്ന ആശങ്ക വോട്ടർമാർക്കുണ്ട് എന്ന് പറയുന്നു. ചില ആളുകളുമായി അല്ലെങ്കിൽ വർഗീയപരമായിട്ടുള്ള ചില നിലപാടുകളൊക്കെ ഉയർത്തുന്ന ഒരു സാഹചര്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനകത്ത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള ആളുകൾ ഉയർത്തുന്ന നിലപാടുകളെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് CPIഎമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അത് തിരിച്ചടിയായിട്ടുണ്ടെന്നുള്ള തോന്നലുണ്ടാക്കുന്ന പ്രതികരണമാണ് CPIയുടെ മുഖപത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതേസമയത്ത് സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുക വഴി ഇത്തരം ഈ CPI ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളല്ല തിരിച്ചടിക്ക് കാരണമെന്ന് പറയുകയാണ് CPIയുടെ മുഖപത്രം ചെയ്തിട്ടുള്ളത്. ക്ഷേമവും CPIഎമ്മിൻ്റെ മുഖപത്രം ചെയ്തിട്ടുള്ളത്. ക്ഷേമവും വികസനവും ജനവിധിയെ സ്വാധീനിച്ചില്ലെന്ന് ദേശാഭിമാനി പറയുന്നു. ഒപ്പം തന്നെ UDF ജമാഅത്ത് ഇസ്ലാമിയുമായി ഉണ്ടാക്കിയിട്ടുള്ള ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഫലത്തെ ദേശാഭിമാനി വിലയിരുത്തുന്നത്. അതേസമയത്ത് തിരിച്ചടികളെ കുറെ കൂടി പ്രായോഗികമായി കണ്ടുകൊണ്ടുള്ള തിരുത്തലുകൾ വേണമെന്നുള്ള ആവശ്യമാണ് CPI മുഖപത്രം മുന്നോട്ട് വയ്ക്കുന്നത്. അർജുൻ രാജാണ് വിവരങ്ങൾ നൽകിയത്.